അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫിസ്റ്റോൺ ചലഞ്ചാണ്. BR റാങ്കഡിൽ പീക്കും നമുക്ക് എത്ര കില്ലെടുക്കാൻ കഴിയുന്നതാണ്. ഹീറോയ്ക്ക് ലോബിയാണ്. അപ്പം എത്ര കില്ലെടുക്കാൻ കഴിയുന്ന അറിയില്ല. 5 ഇല്ല ടാർഗറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കയറി അപ്ഡേറ്റ് ആക്കി BR കളിച്ചു നോക്കുക. ചലഞ്ച് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി BR കളിച്ചു നോക്കുമ്പോഴാണെങ്കിൽ ഇവിടെ പീക്കും പറയുന്നത് ഹൈസ്കൂൾ പറഞ്ഞൊരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഗുജുട്സു കൈസൻ്റെ ഇവൻറ്റിലാണ് വന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങളെ താല്പര്യമൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഉസി ഉണ്ട് കൈസ്, പക്ഷെ ഉസി ഞാൻ യൂസ് ആക്കില്ല. ഇതൊക്കെ ഞാൻ ഇവിടെ ഒരു എനിമീനെ സ്പോട്ട് ചെയ്ത് ആ ലൂട്ട് എന്നെ കണ്ടില്ല. അങ്ങനെ ചലന്തിട്ട് കുടിക്കിട്ടാണെങ്കിൽ കുറച്ച് ഡാമേജ് റെഡ് നമ്പർ കൊടുത്തിട്ട് അതിനോട് പെട്ടേക്ക് അതിൻ്റെ ലൂട്ടൊക്കെ ലൂട്ടി. പക്ഷെ നല്ല ഗണ്ണ് കിട്ടി, പക്ഷെ ഞാൻ യൂസ് ആക്കില്ല. ഫിസ്റ്റോൺ ചലഞ്ച് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ ശേഷം നമുക്കാണെങ്കിൽ യൂസ് ആക്കാം, അത് കുഴപ്പമില്ല. ഇപ്പോഴാണ് ലോങ് കൂടെ തോടുണ്ട്, പക്ഷെ അതിനെ കൊല്ലണം എന്നുണ്ട്, പക്ഷെ കൊല്ലാൻ കഴിയൂല, ഗണ്ണ് യൂസ് ആക്കാൻ പറ്റാത്തതിനുണ്ട്. ഇവിടെയൊക്കെ നോക്കുമ്പോഴാണെങ്കിൽ ഞാൻ കൊന്ന എനിമിൻ്റെ ലൂട്ടൊക്കെ ലൂട്ടി ആരോ ഓടിപ്പോണ്. അപ്പം അതിനെ വൈത്താല പോയിട്ട് അതിനെങ്ങനെ കൊല്ലണോ. എൻ്റെ അടുത്ത് പോയപ്പോഴാണെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞോടുന്നത്. അതിനോട് ചിലന്തിട്ടിട്ട് അതിനെ കുറച്ച് ഡാമേജ് കൊടുത്തപ്പോഴാണ് ചത്ത്. 2 കില്ല് കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് 3 കില്ല് കൊണ്ട് എടുത്താൽ ചലഞ്ച് കംപ്ലീറ്റാ. അപ്പോൾ കഴിച്ച് ഇവിടെയൊക്കെ വന്നപ്പോഴാണെങ്കിൽ ഇവിടെയാണ് പൊരിങ്ങടി ഒരുത്ത് ചത്ത പാടനെ റഷ് ചെയ്ത് ചലന്തിട്ടുണ്ട്. എനിക്ക് നല്ല ഡാം വന്ന് അവൻ്റെ തല മുട്ട് കുത്തി ഓട്ടാക്കി. അങ്ങനെ 3 കില്ല് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം 3 കില്ല് എടുത്തെങ്കിൽ 2 കില്ലൊക്കെ എടുത്താൽ മതി വെച്ച് സാവധാനം ഞാൻ ഇൻഹേലറൊക്കെ അടിച്ച് ഇവിടെ കയറാണ്. ഇവിടെ കയറിയിട്ടാണെങ്കിൽ ഇവിടുന്ന് കുറച്ചേരൊക്കെ മെഡൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ട് ഇവിടെയൊക്കെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഇത് കൊണ്ടിട്ട് എടുത്ത് ഓടിപ്പോണേ. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് ചലഞ്ച് ഞാൻ അപ്പുറത്തെ വീടിനടത്തി. അതിനെ ഞാൻ ഫിസ്റ്റ് വെച്ചിട്ട് അതിനെ കൊണ്ട് തലമണ്ട കുത്തി ഓട്ടാക്കി. അപ്പത്തേക്കാണെങ്കിൽ ആ വീട്ടിൽ നിന്നാണെങ്കിൽ ഒരുത്ത വമ്മ അടി നെക്കി കൂടി തന്നെ. ഞാൻ ഗ്ലൂ ആൾട്ട് കവർ എടുത്ത്, പക്ഷെ നല്ല അടി. ഞാൻ വീട്ടിനുള്ളിൽ കയറി കവർ എടുക്കണോ. അപ്പം ഞാൻ വീട്ടിൻ്റെ ഉള്ളിൽ കയറാണ് ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക ഗൈസ്, മാക്സിമം സപ്പോർട്ടാക്കാം. ഞാൻ അവിടുന്ന് മെല്ലെ ഇൻഹേലറൊക്കെ അടിച്ച് ഇവിടെ ഇരിക്കുമ്പോഴാണെങ്കിൽ ബേക്കിൽ നിന്ന് എടുത്ത് തോണ്ടി എന്നെ കൊന്നിട്ടുണ്ട്. അപ്പോൾ വീണ്ടും റിവൈവ് ആയിട്ട് ഓനെ എങ്ങനെ എടുക്കണോ, അതാണ് അവനെ എടുക്കണം എന്നുണ്ട്. അതുകൊണ്ട് അവിടെ തന്നെ ഇറങ്ങില്ല, അവിടെ തന്നെ ഇറങ്ങിയാൽ ചിലപ്പോൾ എന്നെ നെക്കി പിടിച്ച് കൊല്ലും. കുറച്ച് മാറി ഇറങ്ങണ്ടേ. അവിടെ നിന്ന് ഇൻഹേലറൊക്കെ സെറ്റാക്കി മെല്ലെ പോയി നമുക്ക് അടിക്കാം. അപ്പോൾ കഴിച്ച് ഞാനില്ലേ നാളെ മുതൽ ID ഇൻസ്പെക്ടിങ് തുടങ്ങാണ്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ID ഇട്ടോ, ഞാൻ ഇൻസ്പെക്ട് ആക്കുന്നിരിക്കും. അപ്പം ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഇൻഹേലർ എന്ന സാധനം തന്നെ കാണില്ല. വേണ്ടാത്ത സമയത്തൊക്കെ വെറുതെ എടുക്കണതാണ്. ആ കഴിച്ച് ഓനെ അങ്ങനെ മെല്ലെ അടിക്കാൻ പോവാ. അപ്പോൾ പോകുമ്പോഴാണെങ്കിൽ അവിടെ പൊരിഞ്ഞ അടി എടുക്കുന്നുണ്ട്. മിക്കമാറും 2 എനിമി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ചാവട്ടെ, അതിൽ മെല്ലെ ഒന്ന് കയറിപ്പോവാ. അപ്പോൾ ഇവൻ്റെ ലൂട്ട് ജസ്റ്റ് ഒന്ന് ലൂട്ടി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിനും കൂടി കൊണ്ടെടുത്താൽ ചലഞ്ച് അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. അപ്പോൾ മുകളിലേക്ക് കയറുമ്പോഴാണെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ പൊട്ടെ നേരത്തെ കൊന്നേ. അപ്പം അതിനെ മറ്റേ ചലഞ്ചിട്ട് കുടുക്കി കുറച്ച് ഡാമേജ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് ചാവില്ല. കുറച്ചും കൂടി ഡാമേജ് കൊണ്ട് കൊടുത്തപ്പോഴാണ് ഞാൻ ചത്തിട്ടുണ്ട്. അങ്ങനെ ചലഞ്ച് കംപ്ലീറ്റ് ആയി. അതിൻ്റെ മാഗ് ഉണ്ട് പക്ഷെ എന്നാലും കൊന്നില്ല. കാരണം ഞാൻ രക്ഷപ്പെട്ട് ചലഞ്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഗണ്ണ് യൂസ് ആക്കാം. എന്നോട് ഇൻഹേലറൊക്കെ അടിച്ച് ഗണ്ണൊക്കെ യൂസ് ആക്കാമല്ലോ വെച്ചിട്ട് തവിട് ചാടിയിട്ടുണ്ട്. ഒരു എനിമീനെ എങ്ങനെ കൊല്ലണം. അപ്പത്തേക്കാണെങ്കിൽ നല്ല ഫൂട്ടിന് വെച്ച ഒരു എനിമി അടുത്തനുണ്ട്. പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ ബേക്കൊന്ന് തോണ്ടാൻ തുടങ്ങി ഗൈസ്. അപ്പം